അപ്പോൾ ഇതാണ് സംഭവം. അരി എറിഞ്ഞാൽ 1000 കാക്ക എന്ന് പണ്ട് നമ്മൾ പറഞ്ഞില്ലേ, തീറ്റ എറിഞ്ഞാൽ 1000 മീൻ. ഓക്കെ, വന്ന് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയില്ല, കുറച്ച് തീറ്റ ഉണ്ടെന്ന് വെട്ടെടുത്താണ്. ഉണ്ടോ പളപ്പളപ്പളപ്പളേന്ന് പറഞ്ഞ് വരുന്നുണ്ടോ? സൗണ്ട് നോക്കി. അതെ സുഹൃത്തുക്കളെ, ഞാനിന്ന് കോട്ടയത്തുള്ള കേട്ടോ. എൻ്റെ പുറകിൽ ഈ കാണുന്ന സംഭവങ്ങളുണ്ടോ, ഇത് ഏകദേശം 12 ഏക്കർ വരുന്ന മീൻകുളമാണ്. ഈ മീൻകുളത്തിൽ മീനിൻ്റെ കൃഷി നടത്തി കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ഒരു മലയാളി ഒന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൃഷിയുടെ കാര്യങ്ങളും സംഭവങ്ങളും എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ലാഭങ്ങൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ നേട്ടങ്ങൾ എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പോണ്ടിൻ്റെ, ഈ ഒരു മീൻകുളത്തിൻ്റെ ഓണറെ നമുക്ക് പരിചയപ്പെടാം. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് സംഭവം. അരി എറിഞ്ഞാൽ 1000 കാക്ക എന്ന് പണ്ട് നമ്മൾ പറഞ്ഞില്ലേ, തീറ്റ എറിഞ്ഞാൽ 1000 മീൻ. ഓക്കെ, വന്ന് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയില്ല, കുറച്ച് തീറ്റ ഉണ്ടെന്ന് വെട്ടെടുത്താണ്. ഉണ്ടോ പളപ്പളപ്പളപ്പളേന്ന് പറഞ്ഞ് വരുന്നുണ്ടോ? സൗണ്ട് നോക്കി. ഇതാണ് നമ്മുടെ മീൻകുളത്തിൻ്റെ ഓണർ. നിങ്ങളുടെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് മാർട്ടിൻ. മാർട്ടിൻ അല്ലേ? 1-2 തവണ സ്റ്റേറ്റ് സർക്കാരിൻ്റെ അവാർഡോ കിട്ടിയിട്ടുണ്ടല്ലേ ഈ മീൻ കൃഷി? സംസ്ഥാന അവാർഡ് അല്ലേ? ജില്ലാ അവാർഡ് എല്ലാം കിട്ടിയിട്ടുള്ള. ഓക്കെ, അപ്പോൾ സംസ്ഥാന അവാർഡ് ജേതാവാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണോ? കഴിഞ്ഞ 2024 സംസ്ഥാനം. ഇത്തോളത്തെ മിക്കവാറും എനിക്ക് തന്നെ ആയിരിക്കണം അങ്ങനെ ഒരു പ്രതീക്ഷിക്കുന്നു. അതിനുള്ള യോഗ്യത എനിക്കുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും എത്രയാണ് ഇത്? എത്ര മൊത്തത്തിൽ വരുന്നത്? 12 ഏക്കർ. 12 ഏക്കർ വാട്ടർ ഏരിയ ഉണ്ട്. വാട്ടർ ഏരിയ 12 ഏക്കർ ഉണ്ട്. ഇപ്പൊ ഏകദേശം നമ്മൾ ഒരു മാസം ഇത് എങ്ങനെയാണ് ഇതിന്റെ മീനിന്റെ കയറ്റുമതി എങ്ങനെയാണ്, എങ്ങോട്ടൊക്കെയാണ് ഇത്? കൂടുതലും നമുക്ക് ആന്ധ്ര, ഗുജറാത്ത്, ബോംബെ അങ്ങനെ വലിയ വണ്ടികൾ വന്നിട്ട് 15 ടൺ 20 ടണ്ണ കൊണ്ടുപോകും. ടൺ കണക്കിനെ പിടിക്കുള്ളൂ. 15 ടണ്ണ് 20 ടണ്ണ് വലിയ പിടുത്തങ്ങൾ. പിന്നെ അത്യാവശ്യം നാട്ടിൽ ഫ്രഷ് പോകുന്ന പാർട്ടിക്ക് വന്നിട്ട് അത്യാവശ്യം 3.5-4 ടണ്ണ് വല്ലപ്പോഴും പിടിക്കും. കേരളത്തിൽ സെയിൽ ഇല്ല അപ്പോൾ? വളരെ നൈസായിട്ടുള്ളൂ, വളരെ കുറച്ചുള്ളൂ. ഒരു കൊല്ലം അങ്ങേറ്റം വന്ന ഒരു 50 ടൺ മീന് നാട്ടിൽ കൊടുക്കുള്ളൂ. ഓക്കെ ഓക്കെ. ബാക്കിയൊക്കെ സ്റ്റേറ്റിലേക്കാണ്. അതിന്റെ വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് ഈ ലേബറിന്റെ കുറവിന് വേണ്ടിയിട്ട് ബൾക്കായിട്ട് പിടിച്ചാലേ നമുക്ക് ലേബർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിന് ഏകദേശം ഇപ്പോൾ ചിലവിൻ്റെ കാര്യത്തിൽ എക്സാക്റ്റ് ഒരു ചെറിയ ഉദാഹരണത്തിന് ഒരു മീൻ കൃഷി നടത്തണം എന്ന ആഗ്രഹമുള്ള ഒരാൾക്ക് ഇപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ ഏരിയയിൽ എത്ര വില ചെയ്യാം? ചെറിയ 1 ഏക്കറിന് 20,000 കുഞ്ഞാണ് എൻ്റെ ഒരു കണക്ക്. 20,000 കുഞ്ഞ് 1 ഏക്കറിനകത്ത് ഇടാം. 1 ഏക്കർ പൗണ്ടിൽ 20,000 കുഞ്ഞിടാം. അതിപ്പോൾ ഈ ബാസ് ഞാൻ ചെയ്യുന്നത് ബാസായ വാള. ബാസായ സംബന്ധിച്ച് 25-30 ഇട്ടാലും കുഴപ്പമില്ല. വാള മാത്രമേ ചെയ്യുന്നുള്ളൂ? വാളയാണ് കൂടുതലും ചെയ്യുന്നത്. സൈഡായിട്ട് മറ്റേ നട്ടറുണ്ട്, നൈലോട്ട് തിലോപ്പി ഉണ്ട്, ഗ്രാസ് ഉണ്ട്. ഈ പുറത്തൊക്കെ ഈ വാളക്ക് നല്ല മാർക്കറ്റ് ഉണ്ട്? പുറത്താണ് ഇതിന് ഏറ്റവും കൂടുതൽ മാർക്കറ്റ്. നാട്ടിലേക്കാളും കൂടുതൽ മാർക്കറ്റ് ഒക്കെ ഇപ്പോൾ. ഇപ്പൊ ഈ ട്രോളിങ്ങും പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് നിങ്ങൾക്ക് സെയിലിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? സെയിൽ വേണമെങ്കിൽ അല്പം വില കൂടിയിട്ടുണ്ട്. വില കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇതിന് ഓൾമോസ്റ്റ് നമുക്ക് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാവും, ഒരുപാട് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളുണ്ടാവും. ഇപ്പോൾ 1 ഏക്കറിൽ നമ്മൾ ഇതേപോലെ പോണ്ട് സെറ്റ് ചെയ്ത് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇടുമ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു വിളവെടുപ്പ് വരുന്നവരെ നമുക്ക് എത്ര രൂപ ചിലവാകും? ഇപ്പോൾ എനിക്ക് 12 ഏക്കർ ചെയ്യണ ഒരു മാസം ഒരു 1.5 ലക്ഷം രൂപ, 1,40,000 ചിലവ് ഒരു മാസം വരും. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ലേബർ, അതിൻ്റെ റെന്റ്, ബാക്കി അതിൻ്റെ മെയിൻ്റനൻസ് എക്സ്പെൻസ്, പിന്നെ ഫീഡ് ഞാൻ ചോദിച്ചില്ല, ഫീഡ് എന്താ കൊടുക്കുന്നത്? ഫീഡ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 3 മാസം ഒരു സ്റ്റാർട്ടർ കൊടുക്കും. അതിനുശേഷം നമ്മൾ ഈ റിട്ടേൺ വരുന്ന മറ്റേ ഈ ചപ്പാത്തി, ഫുഡ് വേസ്റ്റ്, കാറ്ററിംഗ് റിട്ടേൺ വരുന്ന വേസ്റ്റുകൾ, അത് 10-25 കാറ്ററിംഗ്സുകാരുടെ ചോറ് സാധനം വെച്ചോളം ഇവിടെയാണ്. ഇത് എല്ലാം ഇതേപോലത്തെ പോണ്ടിലാണോ സെറ്റ് ചെയ്യണത്, അതോ ആദ്യം ആദ്യത്തെ ഒരു 3 മാസം ചെറിയൊരു നഴ്സറിയിൽ ഇടും. അതിനുശേഷം കവറേജ് ഫുള്ള് പ്രൊട്ടക്ഷൻ ആയിരിക്കും. 50 ഗ്രാം ആയി കഴിയുമ്പോൾ അടുത്ത ഈ നഴ്സറിയിലേക്ക് ഇടും. ഓക്കെ. നിങ്ങൾ മീൻ പിടിക്കുമ്പോൾ ഒരു മീനിന് ഏകദേശം എത്ര വെയിറ്റ് വരും? 3 കിലോ മുതൽ 5 കിലോ വരെ വരും. വിൽക്കുമ്പോൾ ഒരു മീൻ പിടിക്കുമ്പോൾ ഒരു മീന് 3 കിലോ മുതൽ 5 കിലോ വരെ വരും. എന്നിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 18 മാസം എടുക്കും ഒരു മീൻ പിടിച്ചു വരണമെങ്കിൽ. 12 മാസം മുതലാണ് വളർച്ച കൂടുന്നത്. 12 മാസം ഒക്കെ ആകുമ്പോൾ 1 കിലോ ആവറേജ് ആവും. അപ്പോൾ ഒരു മീൻ വളർന്ന് നമുക്ക് വിൽപ്പനയ്ക്ക് എത്തുന്ന സമയത്ത് ഏകദേശം ഒരു വർഷമാവോ? ഒരു 18 മാസം കൊണ്ട് നമുക്ക് അന്നപ്പോഴത്തേക്ക് വലിയ ഷൂട്ടർമാരെ കയറി വരും. 4 കിലോ 5 കിലോയ്ക്ക് പോരും. ആവറേജ് മീൻ ഒരു 3 കിലോ ബാലൻസ് ചെയ്യും, 2.5 കിലോ 3 കിലോ ബാലൻസ് ചെയ്യും. ഓക്കെ. ഇതൊക്കെ നമ്മുടെ ഏരിയ ആണ് കിട്ടിയത് അല്ലേ? അത് തന്നെ. ഓക്കെ. ഈ കാണുന്നതെല്ലാം നമ്മുടെ ഏരിയ ആണ്. അത് അപ്പുറത്ത് ആ ഒരു അതെല്ലാം നമ്മുടെതാ. അപ്പോൾ മാറ്റേ ചേട്ടാ,
പറയും. നമ്മൾ ഈ ഒരു പിന്നെ മീൻ വളർത്തുമ്പോൾ ഇതിന് വ്യത്യസ്തമായ കുളങ്ങളാണോ മീൻ വളർത്തുമ്പോൾ? എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം? ഇത് മീൻ നമ്മൾ ആദ്യം കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഒരു മീൻ കുഞ്ഞുങ്ങൾ ഏകദേശം 1/2 ഗ്രാമിൽ കൂടുതലില്ല തൂക്കം. ഒരു മീൻ 1/2 ഗ്രാം, ചിലപ്പോൾ 1 ഗ്രാം അങ്ങേറ്റം. ചെറിയ കുഞ്ഞായിരിക്കും, ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും. 1 ഗ്രാം കൗണ്ട് അനുസരിച്ച് അതിന്റെ വില. 1000 കുഞ്ഞിന്റെ വില 1000 എണ്ണം കൊണ്ട് 1 കിലോ, അല്ലെങ്കിൽ 500 എണ്ണം കൊണ്ട് 1 കിലോ. എണ്ണത്തിനാണോ വില? അല്ല, അത് തൂക്കിയപ്പോൾ എണ്ണി എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ 1000 കുഞ്ഞ് എണ്ണി നോക്കുമ്പോൾ 1 കിലോ ഉണ്ടെങ്കിൽ അതാണ് ഇതിന്റെ കൗണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആ ചെറിയ കുഞ്ഞുങ്ങളില്ല, ആ കാണുന്ന മറ്റേ ആ പച്ചനെറ്റ് സൈഡ് കവർ ചെയ്തില്ലേ, ഉടനെ 2 മാസത്തേക്ക് അതിനകത്ത് ഇടും. ഓക്കെ. പ്രോട്ടീൻ കൂടുതൽ തീറ്റ കൊടുത്തതിന് ഒരു 2, 2.5, 3 മാസം ഇടുമ്പോൾ അതൊരു 25-30 ഗ്രാമിലേക്ക് മാറും. ഓക്കെ. ആ കുളം പിന്നെ അവിടെ നിന്ന് അതിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ കുളത്തിലേക്ക് മുകളിൽ നെറ്റ് കെട്ടിയ ഇതിനകത്ത് അവിടെ നെറ്റ് ഉണ്ട് മുകളിൽ. പക്ഷെ ഇതിന് അത്രയും പ്രൊട്ടക്ഷൻ വേണ്ട, ഇവിടെ കുറച്ച് സൈസ് ആയതുകൊണ്ട്. അപ്പൊ ഇവിടെ കൊണ്ട് 2-3 മാസം ഇവിടെ ഇടും. ഇവിടെ ഇട്ടിട്ട് നല്ലൊരു 250-300 ഗ്രാം ആകുമ്പോൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ ഈ കുളങ്ങളിലേക്ക്, അപ്പുറത്തെ പുറകിലുള്ള കുളങ്ങളിലേക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രോപ്പർട്ടിയിലെ മുഴുവൻ കുളത്തിൽ എവിടെയാണ് മീൻ ഷോട്ട് നിൽക്കുന്നത്, നമ്മൾ മീൻ കണക്കറിയാം, നമുക്ക് ഉദ്ദേശം അറിയാം. അപ്പൊ ആ ഷോട്ടുള്ള കുളത്തിലേക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു ഈ മുകളിൽ നെറ്റ് കെട്ടിയത് ഈ പക്ഷിയുടെ ശൈലിയും കൊണ്ടാണ്. അപ്പോൾ നിശ്ചിത അളവിൽ ഇതിലൊന്നും അതിന്റെ ആവശ്യമില്ല. കാരണം 250 ഗ്രാം കഴിഞ്ഞാൽ പിന്നെ പക്ഷി പിടിക്കത്തില്ല. വെയിറ്റ് കൊണ്ടാണോ? വെയിറ്റ് കൊണ്ട് 250-300 ഗ്രാം മുങ്ങി പിടിക്കുന്ന പക്ഷികളുണ്ട്. അതും 250 ഗ്രാം താഴെയുള്ളതിനെ വിഴുങ്ങാൻ പറ്റും. ഈ പൊന്മാൻ പോലത്തെ സംഭവം. പൊന്മാനല്ല, ഇത് നീർക്കാക്കാന്ന് പറഞ്ഞത്. അവർ വിഴുങ്ങുന്ന വലിയ സൈസ് ആവുകൊണ്ട് വിഴുങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ആദ്യം നമ്മൾ ആ ചെറിയ പിന്നെ ആ നെറ്റ് ഇട്ട് അവിടുന്ന് മാറ്റിന്റെ ശേഷം ഇങ്ങോട്ട് ഇത് സൈഡിൽ വലിയ പ്രൊട്ടക്ഷൻ ഇല്ല. മറ്റേ നീർക്കോലി, അതുപോലെ ചെറിയ പാമ്പ്, ഞണ്ട്, ആമ എന്നും കയറാതിരിക്കാൻ താഴത്തോടെ പച്ച നെറ്റ് കവർ ചെയ്ത്. അതിനുശേഷം ഇതേപോലത്തെ വ്യത്യസ്തമായ പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട. ഇത് ഞാൻ വേറെ സംബന്ധം ചോദിക്കട്ടെ, ഇതിന്റെ നമ്മൾക്ക് വിത്ത് ഈ കുഞ്ഞുങ്ങളെ കിട്ടുന്നത് കേരളത്തിൽ നിന്നാണോ? കേരളത്തിലില്ല, ഇതിന് പ്രൊഡക്ഷൻ ഇല്ല. നിങ്ങൾ ഇവിടുന്ന് എടുക്കുന്നത്? ഞങ്ങൾ ബംഗാളിൽ നിന്ന്. നമ്മളെ ഇന്ത്യയിലെ ബംഗാൾ? അതെ അതെ. ബംഗ്ലാദേശ് അല്ല, ബംഗാളിൽ നിന്ന്. ആന്ധ്രയിലും ഉണ്ട്. ആന്ധ്ര കുഞ്ഞുങ്ങൾ എടുക്കാറില്ല. ആന്ധ്ര കുഞ്ഞിന് ഇച്ചിരി സൈസ് കുറവ്. നിങ്ങൾ നേരിട്ട് പോയി എടുക്കുമോ അതോ നിങ്ങൾ ഏജന്റ് പോയി നമ്മൾ എടുക്കുക? ഏജന്റ് വഴി നിങ്ങൾക്ക് എത്തിച്ചു തരും. സ്ഥിരമായിട്ട് എടുക്കുന്നവരുണ്ട്. അത് നിങ്ങൾ എടുക്കുമ്പോൾ എത്ര വിത്താണ് എങ്ങനെ എടുക്കും? നമ്മൾ 3 ലക്ഷം കുഞ്ഞുങ്ങളുടെ സീസണിൽ എടുക്കും. ഒരു സീസണിൽ നിങ്ങൾ എത്ര ലക്ഷം കുഞ്ഞുങ്ങൾ? 3 ലക്ഷം കുഞ്ഞുങ്ങൾ എടുക്കും ഒരു സീസണിൽ. 3 ലക്ഷം കുഞ്ഞുങ്ങൾ എടുത്താലും നമുക്കൊരു 250 കിട്ടത്തുള്ളൂ. ചത്തും കെട്ടും കുറെ പോകും. 10% പോവും. 10%, 15% പോവും. ഇപ്പൊ ഞാൻ ഇൻട്രോയിൽ കയറി കോടിക്കണക്കിന് ഒരു കഥ പറഞ്ഞു. അതിലുള്ള സത്യാവസ്ഥ കോടിക്കണക്കിന് രൂപ ലാഭം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ലാഭം വരികയില്ല. എങ്കിലും ഒരു സീസൺ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു 2-2.5 കോടി രൂപയുടെ മീൻ പിടിക്കാൻ പറ്റും. ഒരു സീസൺ വെച്ചാൽ 18 മുതൽ ഒരു 30 മാസത്തിനകത്താണ് ഒരു സീസൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു തിരക്കേടില്ലാത്ത ലാഭം കിട്ടും. അങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. കോടി എന്ന് പറയുന്നത് തെറ്റില്ല. അപ്പൊ പറയാം, നമുക്ക് ഫുൾ ഓപ്പൺ ചെയ്യാൻ നാട്ടിൽ ജീവിക്കണ്ടേ. നാട്ടിൽ ജീവിക്കാൻ. അത് ശരിയാണ്. അപ്പോൾ ഇങ്ങനത്തെ വലിയ നല്ല രസമുള്ള സ്ഥലമാണ് ഇത്. നമ്മുടെ സ്ഥലം തന്നെയാണോ അതോ പകുതി എന്റേത് കൊണ്ട് പകുതി റെന്റിനുണ്ട്? ആ തലവരൊക്കെ ഉണ്ട് നമുക്ക് അങ്ങേറ്റത്ത് കാണുന്നില്ല, പച്ച ദൂരത്ത് കാണാം. അതുവരെ നമുക്ക് ടോട്ടൽ ലാൻഡ് പറഞ്ഞത് എത്ര? 12 ഏക്കർ വാട്ടർ ഏരിയ ഉണ്ട്. വാട്ടർ ഏരിയ മാത്രം 12 ഏക്കർ ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും കാണാൻ നോക്കി ഇഷ്ടംപോലെ പരുന്ത് നല്ല ഉണ്ടല്ലോ ഈ ഏരിയയില്. പരുന്തായിട്ടും കഴുകന്മാരൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് കേട്ടോ. കാരണം മീനിനെ പൊക്കാനുള്ള പരിപാടികളാണല്ലോ. ശ്രമിച്ചു നോക്കണേ മീൻ നടക്കണ കണ്ടിട്ട്. അതെ സമാധാനം. നിങ്ങൾ നേരത്തെ പറഞ്ഞ സാധനം ബ്ലാക്ക് നീർക്കാക്കാരൻ. അവന് ഈ വലിയ സംഭവങ്ങളിൽ ചെറിയ കുട്ടികളിൽ ഈ തിലോപ്പിയ ഉണ്ട് ഇതിനകത്ത്, അതിന്റെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അവന്മാരെ പിറക്കോട്ട് പോകാൻ നിൽക്കണതാ. ഓക്കെ. അത് നമ്മൾ സൈഡായിട്ട് ഈ ഇടകൃഷിയായിട്ട് ചെയ്യണം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡെയിലി നമ്മൾ 10, 40, 50 കിലോ പിടിക്കും. അങ്ങനെ കൊടുക്കുന്ന മീനാണ് നമ്മൾ പ്രോഫിറ്റിലേക്ക് വരുന്നത്. ഡെയിലി എക്സ്പെൻസ് നമ്മൾ ഈ ലോക്കൽ മീനിൽ കവർ ചെയ്ത് പോകും. ഓക്കെ. പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു സംഭവം ഉണ്ട് ഇതില്. നിങ്ങൾ ഈ ഷീറ്റ് കൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടല്ലേ? മീന് ഇത്ര സൈസ് മീനായിട്ട് മീൻ സൈഡിലിട്ട് ഇതിന്റെ പോണ്ടിന്റെ സൈഡിൽ തലക്ക് കുത്തി ഇടിഞ്ഞു പോകൂല്ലേ? ഇടിച്ച് കളയുന്നുണ്ട്. മറ്റേ മുള വെച്ച് സൈഡ് വെച്ചിട്ട് അതിനകത്തേക്ക് ആസ്പെറ്റോ ഷീറ്റ് ഇറക്കി വെച്ചിരിക്കുക. അപ്പോൾ കുത്തി മണ്ണിടിച്ച് കളയുകയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നോക്കി നല്ല കാണാൻ ഭംഗിയുള്ളൊരു അടിപൊളി ഏരിയ കേട്ടോ. അതിനനുസരിച്ചുള്ള സെറ്റപ്പിൽ ഇതിന്റെ പിടുത്തം എങ്ങനെയാണ്? നിങ്ങളെ ആളുകളാണോ പിടിക്കണത്? പുറത്തുനിന്ന് പിടിക്കാൻ സ്പെഷ്യൽ ആൾക്കാരുണ്ട്. അത് കേരളത്തിൽ തന്നെയുള്ള ആളുകൾ, ആലപ്പുഴക്കാരാണ് വന്ന് പിടിക്കുന്നത്. പിന്നെ എക്സ്പോർട്ട് ആണല്ലോ അല്ലേ? എക്സ്പോർട്ടാണ്. അത് അവർക്ക് പിടിച്ചാൽ നമുക്ക് സമയത്ത് അവരാകുമ്പോൾ രാവിലെ വന്ന് ഇറങ്ങിയാൽ ഉച്ചയാകുമ്പോൾ 15 ടൺ, ഒരു 3 മണിയാകുമ്പോൾ 15 ടൺ മീൻ പിടിച്ചത്. ഇത് ഒരു വിളവെടുപ്പിൽ എത്ര ടണ്ണാ നിങ്ങൾ പിടിക്കുന്നത്? അത് വണ്ടിയുടെ കപ്പാസിറ്റി പോലെ. അപ്പൊ 15 വണ്ടിയാണ്, 15 വണ്ടിക്ക് 12 ടണ്ണിന്റെ 12 ടൺ. അതോ എടുക്കാൻ വരുന്ന വണ്ടികളുടെ അനുസരിച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ആദ്യം നമ്മൾ ചെറിയൊരു കുളത്തിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നു. അതിന് ശേഷം അതിൻ്റെ ചെറിയൊരു വെയിറ്റും കാര്യങ്ങളൊക്കെ കൂടി വന്നതിന് ശേഷം വേറൊരു പൗണ്ടിലേക്ക് മാറ്റും. അതിൻ്റെ ശേഷം ഇതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വലിയ പൗണ്ടുകളുണ്ട്.
കാരണം അവരെ അങ്ങോട്ട് എന്താ പറയുക ലാവിഷാക്കി പുറത്തേക്കാണ് തുറന്നു വിടുക എന്നുള്ളതാണ്. അപ്പോൾ ചേട്ടാ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് മീൻ കൃഷിയും അതിന്റെ സംഭവങ്ങളൊക്കെ അല്ലേ. രീതികളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം വീഡിയോ നിർത്താം ഓക്കെ അല്ലേ. ഓക്കെ. അപ്പോൾ എന്നാൽ നമ്മൾ കാഴ്ചക്കാരുടെ എല്ലാവരോടും ഒരു ബായ് പറഞ്ഞേ. ബായ്. ഓക്കെ, താങ്ക് യു. ബായ്.